സാർ, ഈ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇല്ലീഗൽ എമിഗ്രൻസിനെ തിരിച്ചയക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെ തിരിച്ചയക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ഈ രാഷ്ട്രീയപരമായ പല അഭിപ്രായ വ്യത്യാസങ്ങൾ പോർന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചാബിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ പുകയുന്നു, പല പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം ഈ എന്തിനാണ് ഇവരെ ഈ കൈയും കാലും കെട്ടിക്കൊണ്ടുവരുന്നത് എന്നായിരുന്നു ചോദ്യം. പക്ഷേ ഇന്നലെയോടുകൂടി ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന ആളുകളിൽ കൊലപാതകികൾ വരെ ഉണ്ട്. അതിൽ അമൃത്സർ പോലീസ് അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരായിക്കൊണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ടും ഒരു വികാരം ഉണ്ടാക്കാനും ഇതിലെ യാഥാർത്ഥ്യം പുറത്ത് അറിയിക്കാതെ, അറിഞ്ഞാലും അറിയാത്തതുപോലെ നടിക്കുന്ന ആളുകളുമാണ് ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ പഞ്ചാബ് പൊളിറ്റിക്സിൽ ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? പഞ്ചാബ് രാഷ്ട്രീയത്തിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കത്തെത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് മിക്ക ദിവസങ്ങളിലും പ്ലെയിനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 5 104 പേര് വന്നു. പിന്നെ ഫെബ്രുവരി 15 116 പേര് വന്നു. പിന്നീട് വീണ്ടും ഇന്നലെ അല്ലെങ്കിൽ സൺഡേ വന്നത് 112 പേരാണ്. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാം വന്ന് ലാൻഡ് ചെയ്യുന്നത് അമൃത്സറിലാണ്. അമൃത്സർ ഹോളി സിറ്റിയാണ്. അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് ഈ ഫ്ലൈറ്റൊക്കെ പഞ്ചാബിലേക്ക് വിടുന്നത് എന്തിനാണെന്നാണ് അവിടെ ഭഗവന്ത് സിംഗ് മൻ ചോദിക്കുന്നത്. വേറെ എത്രയോ സിറ്റീസ് ഉണ്ട്, അവിടേക്കൊക്കെ വിട്ടുകൂടെ? പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 116 പേരുള്ള ഫ്ലൈറ്റ് ഫെബ്രുവരി 15 വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോർ ദാൻ ഹാഫ് പഞ്ചാബികൾ തന്നെയാണ്. അപ്പോൾ ഒരു കണക്കിന് ഈ പഞ്ചാബിലേക്ക് വരുന്നത് അവർക്ക് തന്നെ ഉപകാരമാണ്. കാരണം വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും. കാരണം ഇവർ ദീസ് പീപ്പിൾ മസ്റ്റ് ബി ഡിപ്രസ്ഡ്. കാരണം എത്രയോ പണം മുടക്കി എത്രയോ രാജ്യങ്ങളിൽ കൂടെ ഡോങ്കി റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ പോയിരിക്കുന്നത്. വളരെ അപകടങ്ങൾ തരണം ചെയ്ത് വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഭൂമി വിറ്റിട്ടൊക്കെയാണ് ഈ പോയിരിക്കുന്നത്. എന്നിട്ട് ഒരു ഗതിയും പരഗതിയില്ലാതെ തിരിച്ചു വരുന്നു. ചങ്ങലയൊന്നും ഒരിക്കലും അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടാവില്ല അവർ. ആ ചങ്ങല കാലിനും കൈക്കൊക്കെ ഇട്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും ഇങ്ങോട്ട് വരണേലും ഭേദമാണ് അവിടെ ഇറങ്ങണേ, അത്രയും കാര്യമുള്ളൂ. പക്ഷേ രാഷ്ട്രീയക്കാരിപ്പോൾ ആ രീതിയിലല്ല എടുക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു പാമ്പ് മറ്റൊരു പാമ്പിനെ വിഴുങ്ങുമ്പോഴുള്ളൊരു അവസ്ഥ അറിയാം. പരസ്പരം വിഴുങ്ങുന്നൊരവസ്ഥയിലാണ് രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവന്ത് സിംഗ് മൻ അദ്ദേഹം ഒരു കൊമേഡിയനായിരുന്നു നേരത്തെ ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞു. ജുഗ്നു എന്നായിരുന്നു പേര്. അപ്പോൾ അദ്ദേഹം പറയണത് ദിസ് ഈസ് എ കോൺസ്പിറസി ടു ഡിഫെയിം പഞ്ചാബ്. പഞ്ചാബിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അമൃത്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബികളെ, പ്രത്യേകിച്ച് സിഖുകാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ഹോളി സിറ്റി. അതിനെ ഇപ്പോൾ ഡീപ്പോർട്ടേഷൻ ഓർ ഡിറ്റൻഷൻ സെൻ്ററാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരെയും ഡീപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യണം. സാധനങ്ങൾ വലിച്ചെറിയണം ആൾക്കാരെ. അതാണ് പ്രശ്നം. അപ്പോൾ അത് തന്നെയല്ല, അമൃത്സറിൽ ഇറ്റ് ഈസ് ഹാപ്പനിങ് റിപ്പീറ്റഡ്ലി. വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൻ ചോദിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ കാൻഡ് യു ബ്രിങ് ദം ഇൻ ഇന്ത്യൻ പ്ലെയിനിൽ കൊണ്ടുവന്നൂടെ, സൗകര്യം അനുസരിച്ച് കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മറുപടി ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരിപ്പിക്കുന്നതിന് പകരം ഇന്ത്യൻ പ്ലെയിൻസ് വിട്ടുകൊടുത്ത് അവർ അന്തസ്സായിട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം ചോദിക്കുന്നത്, വത്തിക്കാനിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. വത്തിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ഹോളി സിറ്റി. അവിടേക്ക് ഈ പണി ചെയ്യുന്നില്ല ആരും. ഫ്ലൈറ്റിൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ചങ്ങലക്കിട്ട് അയക്കുന്നില്ല. ഞങ്ങളുടെ നാട്ടിലേക്ക് മാത്രം ഇങ്ങനെ അയക്കുന്നു. അതൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഇൻസൾട്ടസ് എന്നല്ലാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, നമുക്ക് ഇവിടെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയോ ഫോറിൻ മിനിസ്റ്ററോ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇൻഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതെന്ന് അദ്ദേഹം അതും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് BJPക്കെതിരെ. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്, there are hundreds of airports in India. ഈ എയർപോർട്ടുകളിൽ എവിടെയെങ്കിലും വിട്ടൂടെ? പഞ്ചാബിൻ്റെ ഈ ഹോളി സിറ്റിയിലേക്ക് തന്നെ വിടണോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രശ്നം. പിന്നെ വേറെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് മോഡി കൂടിക്കാഴ്ച നടന്നല്ലോ. അപ്പോൾ മോഡിക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു രൂപത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചുകൂടെ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു ചോദ്യം. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ പലത് ചോദിക്കുകയാണ്. അതിലൊക്കെ എന്തോരം കഥയുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ, ഇതിൽ എൻ്റെ ഒരു സംശയം, അതായത് ഈ നമ്മൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക്, നമ്മൾ മറ്റൊരു രാജ്യമാണ്, ആ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാലിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ അതിക്രമിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മളൊരു ഭവനത്തിൽ ഒരാൾ അതിക്രമിച്ച് കിടന്നാൽ അയാൾ കള്ളൻ എന്നാണ് വിളിക്കുക. അയാളെ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറുന്ന ആളുകളെ അവർ കുറ്റവാളികളായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് അവർ ഇങ്ങോട്ട് വരിക. അവർ നമ്മുടെ ഭാരതീയരായ പൗരന്മാരാണ് എന്നുള്ളത് കൊണ്ട് കുറ്റവാളികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭാരതീയരാണ് അതുകൊണ്ട് മാന്യമായി കൊണ്ടുവരണമെന്ന് പറയാൻ സാധിക്കുമോ? മൈ ഹാർട്ട് ബ്ലീഡ്സ് ഫോർ ദം. എനിക്ക് അവരോട് ഫുള്ളായിട്ട്
ആയിട്ട് വളരെ സിമ്പതിയുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഈസ് ഡൂയിങ് എവറിഥിങ് അക്കോർഡിംഗ് ടു ദി ലോസ് പ്രിവെയിലിംഗ് ദെയർ. അവിടെയുള്ള നിയമങ്ങളനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നിയമവിരുദ്ധമായിട്ട് ട്രംപ് ഓടിച്ചാടി ചെയ്യുന്നൊരു കാര്യമല്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങലക്കിട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല ആൾക്കാർ എല്ലാ പണവും നഷ്ടപ്പെട്ട് ഒരു ഗതിയില്ലാതെ വരുന്ന ആൾക്കാരെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം കഷ്ടം. അതൊരു വശമാണ്. ഇതിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ മറുവശമുണ്ട്. ഈ വരുന്നവരെന്ന് പറഞ്ഞാൽ വളരെ ഡിപ്രസ്ഡാണ്. ദേ ആർ ഇൻ എ മൂഡ് ടു ഡു എനിത്തിങ്. അവരെന്താ കാണിക്കാന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇതിൽ കുറേ പേര് കുറ്റവാളികളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാ നിയമവും ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ ഈ പോണത്. അങ്ങനെ പോകുന്നവർ അത്ര മാലാകമാരൊന്നും ആയിരിക്കില്ല. ഇവരാരെങ്കിലും ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ അവർ ടേക്ക് ഓവർ ചെയ്താൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവിടെ ഒരു കൊലപാതകം നടന്നാൽ എന്ത് ചെയ്യും? ഇവർ സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാരല്ല. ഇവർ പല പണികളും ചെയ്ത് മാത്രമല്ല അവരുടെ ഡിപ്രസ്ഡ് കണ്ടീഷനിലാണ്. പല കാര്യങ്ങളും ചെയ്യാം. അപകടങ്ങൾ ഉണ്ടാകാം. ഒരാൾ ഈ ഫ്ലൈറ്റിൽ മരിച്ചു എന്ന് വിചാരിച്ചു, ആര് സമാധാനം പറയും? ഈ പോകുന്ന യാത്രക്കാർ ആരെങ്കിലും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇവർക്ക് കുറേ പേരൊക്കെ ഹമാസിനെ ജയ് വിളിച്ച് നടന്നവരാണ്. സ്റ്റുഡൻസിനെ വിടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അത്ര ശാന്ത സ്വഭാവക്കാരല്ല. അവരവിടെ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആര് സമാധാനം ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വിടുന്നതുകൊണ്ട് ആർക്കും ഒന്നും പേടിക്കണ്ട, സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു, കാശും നമ്മൾ മുടക്കണ്ട, അവർ ഈ പാസഞ്ചേഴ്സും മുടക്കണ്ട. അത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ് ചിക്കിളി മുടക്കുന്നത്. മാത്രമല്ല നമ്മൾ പറയും എന്തിനാ ഈ മിലിറ്ററി പ്ലെയിനിൽ കൊണ്ടുവരുന്നതെന്ന് പറയും. ഈ മിലിറ്ററി പ്ലെയിനിൽ കൊണ്ടുവരാനായിട്ട് ചിലവ് കൂടുതലാണ്. എന്നിട്ടും അവരത് കൊണ്ടുവരുന്നു. പിന്നെ ദേ ആർ ക്ലിയർലി സെൻഡിങ് എ മെസ്സേജ്. അതായത് അമേരിക്കയിലേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇടിച്ചു കയറാമെന്നുള്ള ആ നയം ഇനി നടപ്പില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് കാണുക, എമോഷണലായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ, ചീഫ് മിനിസ്റ്റർ പറയുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെയാണ് കുറ്റം പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഈ കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇതുപോലെ ഇങ്ങനെ നടക്കുന്നത് എന്താണ്? ഏജൻസ് കാണിക്കുന്ന തട്ടിപ്പോണ്ടല്ലേ ഇവരിങ്ങനെ പെട്ടുപോകണത്, ഈ ഡോങ്കി റൂട്ട് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് CM ഒന്നും ചെയ്യുന്നില്ല? CM ഹോം മിനിസ്റ്ററാണ്, അദ്ദേഹം അല്ലേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഈ ട്രാഫിക്കിങ്ങിന് ഒരു കൺട്രോളോ കർബ് ചെയ്യേണ്ടത് അദ്ദേഹമാണല്ലോ. പിന്നെ വേറൊരു പ്രശ്നം, ഈ മാൻ തന്നെയാണ് ഹോം മിനിസ്ട്രിയുടെ ആള്, ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം. പിന്നെ വേറൊരു ചോദ്യം കൂടി അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര ട്രാവൽ ഏജൻസിനെ ഹൗ മെനി ട്രാവൽ ഏജൻസ് ഹാവ് ബീൻ ബുക്ക്ഡ് സോ ഫാർ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാവൽ ഏജൻസിനെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്, പ്രിവെൻഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് 2012 എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ഈ നിയമം അപ്ലൈ ചെയ്ത് എത്ര പേരെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നിങ്ങൾ ഉയർത്തിയ മുഖ്യമായ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ബ്രെയിൻ ഡ്രെയിൻ എന്നാണ്. ഇവിടുന്ന് ആൾക്കാർ വിദേശത്തേക്ക് പോകുന്നത് തടയുക ആകുന്നത്ര എന്നാണ്. എന്നിട്ട് ഈ ആൾക്കാർ യാതൊരു നിയമവും പാലിക്കാതെ പോയത് എങ്ങനെയാണ്? നിങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ലേ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് കുറ്റം മുഴുവനും APയുടെ മേത്തേക്ക് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ മേത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ BJPയുടെ പഞ്ചാബ് വൈസ് പ്രസിഡൻ്റുണ്ട്, ഫത്തേഹ് സിംഗ് ബജ്വ എന്ന് പറഞ്ഞ്. അദ്ദേഹം പറയുന്നത് ഈ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ഹീസ് പൊളിറ്റിസൈസിങ് ആൻഡ് ഡീഗ്രേഡിങ് ദി സ്റ്റേറ്റ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി ഈ സംസ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താണ് അല്ലെങ്കിൽ മോശമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഡോങ്കി റൂട്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എത്രയോ രാജ്യങ്ങളിൽ കൂടെ, എത്രയോ കാടുകളിൽ കൂടെ, എത്രയോ കടലുകളിൽ കൂടെ ഒക്കെ താണ്ടിയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവർക്കെതിരെ മുഖ്യമന്ത്രി എന്ത് പണിയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഫ്രോഡിലൻറ്റ് ഏജൻസി, തട്ടിപ്പുകാർ ഏജൻസി ഉണ്ടല്ലോ, അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അതാണ് മറ്റൊരു ചോദ്യം. വളരെ പ്രധാനമായ ചോദ്യമാണ് അത്. അപ്പോൾ അങ്ങനെ പൊളിറ്റീഷ്യൻസ് എല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാണ്. വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കത്ത് പഞ്ചാബ് രാഷ്ട്രീയം നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ പൊളിറ്റിക്സിന് വേണ്ടി പല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് സ്റ്റേറ്റിനെ വരെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഈ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിൻ്റെ വരും വരായികകൾ, ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അറിയാം. എന്തായാലും നമുക്ക് ഇതുമായി ഈ ചർച്ച ഇവിടെ നിൽക്കുന്നില്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ചർച്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.